കട്ടപ്പനയിൽ നിന്നും ആനക്കട്ടിയിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. എല്ലാവർക്കും യാത്രാവിശേഷങ്ങൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 27 ചൊവ്വാഴ്ചയാണ്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ 4:30 ആനക്കട്ടി ബസ് സർവീസ് ആരംഭിക്കുന്നത്. ഇന്നത്തെ സാരഥികൾ ഡ്രൈവർ ജോബിയും കണ്ടക്ടർ വിനീഷുമാണ്. ഇരട്ടയാർ, പ്രകാശ്, തോപ്രാംകുടി, മുരിക്കാശ്ശേരി, കരിമ്പൻ, ചേലച്ചുവട്, കഞ്ഞിക്കുഴി, വണ്ണപ്പുറം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, അങ്കമാലി, തൃശ്ശൂർ, വടക്കാഞ്ചേരി, പട്ടാമ്പി, പെരിന്തൽമണ്ണ, മണ്ണാർക്കാട്, അട്ടപ്പാടി, താവളം, അഗളി വഴിയാണ് റൂട്ട്. 12 മണിക്കൂർ തുടർച്ചയായി യാത്ര ചെയ്യണം. ബസ് ഫെയർ 414 രൂപയാണ്. ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ് ഇന്നത്തെ യാത്ര. മഹേഷിൻ്റെ പ്രതികാരം സിനിമയിലൂടെ പേരുകേട്ട പ്രകാശ് ടൗണിലേക്കാണ് ബസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പ്രകാശിൽ നിന്നും ഉടനെ പോകുന്നത് തോപ്രാംകുടിയിലേക്കാണ്. മമ്മൂട്ടിയുടെ ലൗഡ് സ്പീക്കർ ചിത്രീകരിച്ച തോപ്രാംകുടി ടൗണിലേക്കാണ് ബസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. തോപ്രാംകുടിയിൽ നിന്നും പിന്നീടെത്തുന്നത് മുരിക്കാശ്ശേരിയിലാണ്. ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കരിമ്പൻ ബസ് സ്റ്റാൻഡിന് മുന്നിലേക്കാണ്. കരിമ്പനിൽ നിന്നും ചേലച്ചൂട് ലക്ഷ്യമാക്കിയാണ് യാത്ര. ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ചേലച്ചൂട് ബസ് സ്റ്റാൻഡിലേക്കാണ്. കട്ടപ്പനയിലേക്കും അടിമാലിയിലേക്കും നെടുങ്കണ്ടം എന്നിവിടങ്ങളിലേക്കുമൊക്കെയുള്ള ഒരു എൻട്രി പോയിൻ്റാണ് ചേലച്ചൂട്. കട്ടപ്പനയ്ക്ക് 35 കിലോമീറ്ററും അടിമാലിയിലേക്ക് 22 കിലോമീറ്ററും നെടുങ്കണ്ടത്തേക്ക് 33 കിലോമീറ്ററും ചെറുതോണിയിലേക്ക് 13 കിലോമീറ്ററും ദൂരവുമാണ് ചേലച്ചൂടിൽ നിന്നും. നമ്മുടെ യാത്ര കഞ്ഞിക്കുഴി, വെൺമണി വഴി വണ്ണപ്പുറത്തേക്കാണ്. ഏകദേശം 28 കിലോമീറ്റർ ദൂരമുണ്ട്. ബസ് യാത്ര തുടരുകയാണ്. ബ്ലാത്തിക്കവല കഴിഞ്ഞാൽ കള്ളിപ്പാറ ഇറക്കമാണ്. 5 ഹെയർപിൻ വളവുകളാണ് ഇവിടെ ഉള്ളത്. കുത്തനെയുള്ള ഇറക്കമാണ്. ഈ റൂട്ടിൽ ആദ്യം വരുന്നവർക്ക് നല്ല രീതിയിൽ ചലഞ്ചിങ് ആണ് ഡ്രൈവിംഗ്. ഈ റൂട്ടിൽ പ്രൈവറ്റ് ബസ്സുകളും KSRTC ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. മസിനഗുഡിയിലെ ചുരം ഇടയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരും ഇതിലെയുള്ള യാത്രയിൽ.
ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വണ്ണപ്പുറം ടൗണിലേക്കാണ്. സമയം 7 മണി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമാണ്. ഈ ഹോട്ടലിന് പേരില്ലേ, ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം യാത്ര മൂവാറ്റുപുഴ ലക്ഷ്യമാക്കിയാണ്. പൈങ്ങോട്ടൂർ ബസ് സ്റ്റാൻഡിന് മുന്നിലൂടെയാണ് പോകുന്നത്. പോത്താനിക്കാട് ബസ് സ്റ്റാൻഡിലേക്കാണ് ബസ് എത്തിയിരിക്കുന്നത്. കാളിയാറിൽ നിന്നും വണ്ണപ്പുറം മൂവാറ്റുപുഴ വഴി പിറവത്തേക്ക് പോകുന്ന ബസ്സാണ് മുന്നിൽ. ഇവിടെ നിന്നും വലത്തേക്ക് എറണാകുളം റൂട്ടാണ്, ഇടത്തേക്ക് മൂവാറ്റുപുഴ ടൗണിലേക്കാണ് പോകുന്നത്. മൂവാറ്റുപുഴ റിവർ പാലത്തിലൂടെയാണ് യാത്ര. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ബസ് എത്തുമ്പോൾ സമയം 8:10. മൂവാറ്റുപുഴയിൽ നിന്നും യാത്ര തുടരുമ്പോൾ നല്ല മഴയാണ്. പെരുമ്പാവൂർക്ക് ബസ് എത്തുമ്പോൾ സമയം 8:45. അടുക്കോണ്ട് ഇട്ടേക്കുവാണല്ലോ.
പെരിയാറിന്റെ കുറുകെ പണിതിരിക്കുന്ന കാലടി പാലത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ പാലത്തിന് പകരം പുതിയ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. കാലടിയിൽ നിന്ന് അങ്കമാലിയിലേക്ക് എത്തുമ്പോൾ സമയം 9:30. ചാലക്കുടി ഡിപ്പോയുടെ എറണാകുളം തൃശ്ശൂർ റൂട്ടിലോടുന്ന ബസ്സാണ് മുന്നിൽ. ചാലക്കുടി ബസ് സ്റ്റാൻഡിലേക്കാണ് ബസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സമയം 9:50. മൂവാറ്റുപുഴയുടെ സ്വന്തം പ്രിൻസ് ഹോളിഡേയ്സിന്റെ ഒരു ബസ് മുന്നിൽ പോകുന്നത് കാണാം. ശക്തൻ സ്റ്റാൻഡിന് മുന്നിലൂടെ KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോൾ സമയം 10:41. തൃശ്ശൂരിൽ നിന്നും 11 മണിക്കാണ് പോകേണ്ടത്. മൂലമറ്റം ഡിപ്പോയുടെ കൂമ്പാറ മൂലമറ്റം ബസ്സാണ് ഈ പോകുന്നത്. ആനക്കട്ടിയിൽ നിന്നും രാവിലെ 5 മണിക്ക് കട്ടപ്പനയിലേക്ക് പുറപ്പെട്ട ഓപ്പോസിറ്റ് റൂട്ട് ബസ്സും തൃശ്ശൂർ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. 11 മണിക്കാണ് ഈ ബസ് കട്ടപ്പനയ്ക്ക് പോകുന്നത്. ആ ബസ്സിൻ്റെ കണ്ടക്ടർ യാത്രക്കാരെ കാര്യമായി വിളിക്കുന്നുണ്ട്. 10ഓളം ബസ്സുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരാൾക്കെങ്കിലും ആളെ വിളിച്ചു കയറ്റാൻ തോന്നിയല്ലോ.
11 നമ്പർ ട്രാക്കിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് യാത്രക്കാർ ശ്രദ്ധിക്കുക. ചാലക്കുടി, അങ്കമാലി, കാലടി, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, വണ്ണപ്പുഴ, കരിക്കൽ, മുരിക്കാശ്ശേരി, തങ്കമണി വഴി പോകുന്ന കട്ടപ്പന ഫാസ്റ്റ് പാസഞ്ചേഴ്സ് 11 നമ്പർ ട്രാക്കിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് ബസ് ഉടനെ പുറപ്പെടുന്നത് കട്ടപ്പന. പതിനൊന്ന് മണിക്ക് തന്നെ നമ്മുടെ ബസ്സും യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ബസ് ഇപ്പോൾ വടക്കുംനാഥൻ ടെമ്പിളിന്റെ മുന്നിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ ബസ് വടക്കാഞ്ചേരി, പട്ടാമ്പി, പെരിന്തൽമണ്ണ വഴി ചുറ്റിക്കറങ്ങിയാണ് പോകുന്നത്. പാലക്കാട് വഴിയാണ് പോകുന്നതെങ്കിൽ കൂടുതൽ യാത്രക്കാരെ കിട്ടാനും സമയം ലാഭിക്കാനും സാധിക്കും. പെരിന്തൽമണ്ണ വഴി നിരവധി പ്രൈവറ്റ് ഓർഡിനറി ബസ്സുകൾ മിനിറ്റിന് ഓടുന്നതിൻ്റെ കൂടെ ഫാസ്റ്റ് പാസഞ്ചർ വണ്ടി ഓടിച്ചാൽ യാത്രക്കാർ കയറില്ല എന്ന കാര്യം മാനേജ്മെൻറ്റിന് അറിയുമോ ആവോ. പോരാത്തതിന് റോഡ് കണ്ടീഷൻ വളരെ മോശവും, അതോടൊപ്പം വാഹനത്തിരക്കും. തൃശൂർ നോർത്ത് ബസ് സ്റ്റാൻഡാണ് ഇടതു സൈഡിൽ. വിയ്യൂർ സെൻട്രൽ ജയിലിന് മുന്നിലൂടെയാണ് നമ്മൾ പോകുന്നത്. സെൻട്രൽ ജയിലിൻ്റെ കവാടം വലത് സൈഡിൽ കാണാം. കേരളത്തിലെ പ്രധാനപ്പെട്ട 4 സെൻട്രൽ ജയിലുകളിൽ ഒന്നാണ് വിയ്യൂരിലേത്. പൂജപ്പുരയും കണ്ണൂരും തവനൂരുമാണ് ബാക്കി 3 സെൻട്രൽ ജയിലുകൾ ഉള്ളത്. വടക്കാഞ്ചേരിയിലെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ചാണ് മുന്നിൽ കാണുന്നത്. വടക്കാഞ്ചേരി ടൗണിലേക്കാണ് ബസ് എത്തിയിരിക്കുന്നത്. ആ തൊഴിലാളികളുടെ ഓട്ടുപാറ ബസ് സ്റ്റാൻഡാണ് ഇത്. മുള്ളൂർക്കര ടൗണിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര. കേരള കലാമണ്ഡലം ക്യാമ്പസാണ് വലതു സൈഡിൽ. ചെറുതുരുത്തി ടൗണിൻ്റെ ഭാഗമാണ് കലാമണ്ഡലം. കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾക്ക് പുനർജീവൻ നൽകിയത് കലാമണ്ഡലമാണ്. ചെറുതുരുത്തി ടൗണിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര.
പുതിയ ചെറുതുരുത്തി പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. താഴെ ഭാരതപ്പുഴയാണ്. പഴയ പാലം തകർന്ന നിലയിൽ ഇടതു സൈഡിൽ കാണാം. വലത് സൈഡിലൂടെ നോക്കിയാൽ റെയിൽവേ പാലവും കാണാം. ചെറുതുരുത്തി പാലം കടന്നാൽ പാലക്കാട് ജില്ലയാണ്. ഷൊർണൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടതു സൈഡിലാണ് റെയിൽവേ സ്റ്റേഷൻ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ മുൻപിലൂടെയാണ് ബസ് പോകുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ ജംഗ്ഷൻ. വലത്തേക്ക് ഒറ്റപ്പാലം വഴി പാലക്കാട്ടേക്കും ഇടത്തേക്ക് വാടാനാംകുറിശി വഴി പട്ടാമ്പിക്കുമാണ് റൂട്ട്. വാടാനാംകുറിശി റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലൂടെയാണ് പോകുന്നത്. ഷൊർണൂരിൽ നിന്നും നിലമ്പൂർക്ക് പോകുന്ന റെയിൽവേ ലൈനിലാണ് വാടാനാംകുറിശി സ്റ്റോപ്പ് ഉള്ളത്. പട്ടാമ്പിയിലേക്കാണ് ബസ് എത്തിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയുടെ ഭാഗമാണ് പട്ടാമ്പി. ചെറിയ വണ്ടി, ഇതാ ചെറിയ വണ്ടി. ആ പട്ടാമ്പിയിൽ നിന്നും പെരിന്തൽമണ്ണയ്ക്കാണ് ബസ് പോകുന്നത്. സ്വിഫ്റ്റിന്റെ വണ്ടി പോലെയാവും. കുന്തിപ്പുഴയുടെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പുലാമന്തോൾ പാലത്തിലൂടെയാണ് യാത്ര. ഭാരതപ്പുഴയുടെ പോഷക നദിയായ ഈ കുന്തിപ്പുഴ സൈലന്റ് വാലിയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. തൂത്തപ്പുഴ എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട് ഈ പുഴയ്ക്ക്. നെല്ലിപ്പുഴ, കാഞ്ഞിരംപുഴ, അമ്പാൻകടവ്, തുപ്പനാടിപ്പുഴ എന്നിവയാണ് കുന്തിപ്പുഴയുടെ പ്രധാന കൈവഴികൾ. പാലം കടന്നെത്തുന്നതാണ് പുലാമന്തോൾ ടൗൺ. മലപ്പുറം ജില്ലയിലൂടെയാണ് ഇനി നമ്മുടെ യാത്ര.
പെരിന്തൽമണ്ണ KSRTCയിൽ ബസ് എത്തിയപ്പോൾ സമയം 1:30. മലപ്പുറം ജില്ലയിലെ പ്രധാന കച്ചവട വ്യാപാര കേന്ദ്രമാണ് പെരിന്തൽമണ്ണ. ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് പെരിന്തൽമണ്ണയിൽ നിന്നുള്ള യാത്ര. പെരിന്തൽമണ്ണയിൽ നിന്ന് വണ്ടി എടുക്കുവാണേ. പെരിന്തൽമണ്ണയിൽ നിന്ന് വണ്ടി എടുക്കുന്നതിൻ്റെ അവസ്ഥ എട്ടിലല്ലേ പാർക്ക് ചെയ്തേക്കുന്നത്, അതാ ചോദിക്കുന്നത്. മണ്ണാർക്കാട്. ഇവിടെ നിന്നും 30 കിലോമീറ്റർ ദൂരമുണ്ട് മണ്ണാർക്കാട് വരെ. കോഴിക്കോട് പാലക്കാട് റൂട്ടിലൂടെയാണ് മണ്ണാർക്കാടേക്ക് പോകുന്നത്. നാഷണൽ ഹൈവേ 966-ലൂടെയാണ് യാത്ര. മണ്ണാർക്കാടിൽ നിന്നും യാത്ര തിരിക്കുമ്പോൾ 2 പേരാണ് എന്നെ കൂടാതെ ബസ്സിലുള്ളത്. വീണ്ടും കുന്തിപ്പുഴയുടെ മുകളിലൂടെയാണ് ബസ് പോകുന്നത്. അതുപോലെ വീണ്ടും പാലക്കാട് ജില്ലയിലേക്കും എത്തിയിരിക്കുകയാണ്. മണ്ണാർക്കാട് ടൗണിലൂടെയാണ് യാത്ര. ബസ് ഇപ്പോൾ മണ്ണാർക്കാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ് എത്തിയിരിക്കുന്നത്. സമയം 2:20. ആനക്കട്ടിക്കുള്ള ഒരു KSRTC ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ബസ് പോയിട്ട് മാത്രം പോയാലേ നമുക്ക് 10 പേരെങ്കിലും കിട്ടൂ. ആ ബസ് 2:30-നാണ്. അതുകൊണ്ട് 2:40 മാത്രമേ നമ്മുടെ ബസ് പോവുകയുള്ളൂ. ചെറിയ ബസ് സ്റ്റാൻഡാണെങ്കിലും ബസ്സുകളുടെ തിരക്ക് കൂടുതലാണ്. പാലക്കാട് കോഴിക്കോട് ഹൈവേയുടെ നടുവിലുള്ള സ്ഥലമായതുകൊണ്ട് എപ്പോഴും ബസ്സിൻ്റെ വലിയ തിരക്കായിരിക്കും. മണ്ണാർക്കാട് നിന്നും യാത്ര തിരിക്കുമ്പോഴാണ് കണ്ടക്ടർക്ക് ഇത്തിരി ആശ്വാസമായത്. കുറച്ച് യാത്രക്കാർ ബസ്സിലുണ്ട്. 20 മിനിറ്റ് ബസ് സ്റ്റാൻഡിൽ കിടന്നതുകൊണ്ട് കൂടിയാണ് കുറച്ച് യാത്രക്കാരെയെങ്കിലും കിട്ടിയത്. മണ്ണാർക്കാട് നിന്നുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഇവിടെ നിന്നും ഇടത് തിരിഞ്ഞാണ് അട്ടപ്പാടിക്ക്. നേരെ പോകുന്നത് പാലക്കാടേക്കാണ്. KSRTC ബസ് സ്റ്റാൻഡിൽ പോയി ഡീസലൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം ബാക്കി യാത്ര ചെയ്യാൻ. മണ്ണാർക്കാട് KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മണ്ണാർക്കാട് നിന്നും
53 കിലോമീറ്റർ കൂടി യാത്രയുണ്ട് ആനക്കട്ടിക്ക്. ഏകദേശം 2 മണിക്കൂർ സമയമെടുക്കും. തെങ്കര, അട്ടപ്പാടി ചുരം, മുക്കാലി, താവളം, കാവുണ്ടിക്കൽ, പൂളിക്കടവ്, അഗളി വഴിയാണ് ഇനി പോകുന്നത്. മുന്നിൽ ഉയർന്നു നിൽക്കുന്ന മല കയറി വേണം നമുക്ക് പോകാൻ. തൃശ്ശൂരിൽ നിന്നും പെരിന്തൽമണ്ണ വരെയുള്ള റോഡ് വളരെ മോശമാണ്. ഇതൊക്കെ എന്ന് റെഡിയാകുമോ എന്തോ. മണ്ണാർക്കാട് കഴിയുമ്പോൾ അതിലും മോശമായ അവസ്ഥയിലാണ്. റോഡ് വീതി കൂട്ടി പണിയാനൊക്കെ തുടങ്ങിയെങ്കിലും കാലതാമസം എടുക്കുന്നുണ്ട്. പെരിന്തൽമണ്ണ മുതൽ മണ്ണാർക്കാട് വരെയുള്ള റോഡ് മാത്രമാണ് അല്പം ആശ്വാസം. അട്ടപ്പാടി മേഖലയിലെ റോഡുകളൊക്കെ 1990കളിലെ വില്ലേജ് റോഡുകളുടെ അവസ്ഥയിലാണ് ഇന്നും. ചുരം കയറ്റമാണ് ഇനി. 13ഓളം ഹെയർപിൻ വളവുകളുണ്ട് ഈ റൂട്ടിൽ. മുക്കാലിയിലെ പരമ്പരാഗത പച്ചമരുന്ന് ചികിത്സാ കേന്ദ്രമാണ് വലതു സൈഡിൽ. ചുരം കയറിയെത്തുന്ന ആദ്യത്തെ ഗ്രാമമാണ് മുക്കാലി. മുക്കാലി ടൗൺ ആണിത്. ഇവിടെ നിന്ന് ഇടത്തേക്കുള്ള റോഡ് സൈലന്റ് വാലിയിലേക്കുള്ളതാണ്. ഇവിടെ നിന്നും 23 കിലോമീറ്റർ ഉണ്ട് സൈലന്റ് വാലിയിലേക്ക്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ മഴക്കാടുകളുള്ള പ്രദേശം. മുക്കാലിയിൽ നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ജീപ്പിൽ വേണം യാത്ര ചെയ്യുവാൻ. 6 പേർക്ക് ഒരുമിച്ച് സഞ്ചരിക്കാവുന്ന ജീപ്പ് സവാരിക്ക് 3500ഓളം രൂപയായിരുന്നു ചാർജ്. 5 മണിക്കൂറോളമാണ് സവാരിയുടെ ടൈം. ബസ് ഇപ്പോൾ കൽക്കണ്ടി ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വലത്തേക്കുള്ള റോഡ് ജെല്ലിപ്പാറ വില്ലേജിലേക്കുള്ള റോഡാണ്. ആ റൂട്ടിലൂടെ പോയാലും അഗളിയിലേക്ക് എത്താം. നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് മെയിൻ റോഡ് വഴിയാണ് പോകേണ്ടത്. മണ്ണാർക്കാട് നിന്നും മേട്ടുപ്പാളയത്തേക്കും കോയമ്പത്തൂർക്കുമെല്ലാം ഈ റൂട്ടിലൂടെ ബസ്സുകളുണ്ട്. ശിവരാത്രി മഹോത്സവം വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു അമ്പലമാണ് വലതു സൈഡിൽ കാണുന്ന മല്ലീശ്വരൻ ടെമ്പിൾ. ഇപ്പോൾ നമ്മൾ ഭവാനിപ്പുഴയുടെ സൈഡിലൂടെയാണ് പോകുന്നത്. പാക്കുളം പാലമാണ് താഴെ. കേരളത്തിലൂടെ കിഴക്കോട്ടൊഴുകുന്ന ചില നദികളിൽ ഒന്നാണ് ഭവാനിപ്പുഴ. കാവേരി നദിയുടെ ഒരു പോഷക നദിയാണ് ഭവാനി. അട്ടപ്പാടിയിലെ സെഹ്യോൻ ധ്യാന കേന്ദ്രമൊക്കെയുള്ള താവളം ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ ബസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നിന്നും ഇടത്തേക്കുള്ള റോഡിലൂടെ പോയാൽ മുള്ളി വഴി ഊട്ടിയിലേക്ക് പോകാനുള്ള എളുപ്പമാർഗമുണ്ട്. ഈ റൂട്ട് ഒരിടയ്ക്ക് തമിഴ്നാട് ഫോറസ്റ്റ് വകുപ്പ് ബ്ലോക്ക് ചെയ്തിരുന്നു. ഇപ്പോഴും അതേ സ്ഥിതിയാണോ എന്നറിയാവുന്നവർ കമൻ്റ് ഇട്ടാൽ നന്നായിരുന്നു. കാവുണ്ടിക്കലിൽ നിന്നും മലയിറക്കമാണ്. 2-3 ഹെയർപിൻ ബെൻഡുകൾ ഇറങ്ങാനുണ്ട്.
ഇറക്കമിറങ്ങിയെത്തുന്നത് ഗൂളിക്കടവ് ടൗണിലേക്കാണ്. ഗൂളിക്കടവിലെത്തിയപ്പോൾ സമയം 4:30. ഗൂളിക്കടവ് മുതൽ കോട്ടത്തറ വരെ അഗളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗങ്ങളാണ്. ഗൂളിക്കടവിൽ നിന്നും 19 കിലോമീറ്റർ കൂടിയുണ്ട് ആനക്കട്ടിക്ക്. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് മുന്നിലാണ് ബസ് എത്തിയിരിക്കുന്നത്. കോട്ടത്തറ പാലം കടക്കുമ്പോൾ താഴെ സിരുവാണിപ്പുഴയാണ്. ആനക്കട്ടി തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു ടൗണാണ്. കോട്ടത്തറ കഴിയുമ്പോൾ തന്നെ തമിഴ്നാട്ടിലെത്തിയ പോലത്തെ ഭൂപ്രകൃതിയാണ്. കട്ടപ്പനയിൽ നിന്നും രാവിലെ 4:30 പുറപ്പെട്ടിട്ടും ആനക്കട്ടിയിലെത്താൻ 12 മണിക്കൂർ സമയമെടുക്കുന്നുണ്ടെങ്കിൽ അത് റൂട്ട് മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമാണ്. അതുപോലെ ഈ റൂട്ടിൽ യാത്രക്കാരുമില്ല. കണ്ടക്ടർ പറഞ്ഞത് ആദ്യമായിട്ടാണ് കട്ടപ്പനയിൽ നിന്ന് ആനക്കട്ടിക്ക് ഒരാൾ ടിക്കറ്റ് എടുക്കുന്നത് എന്നാണ്. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് വഴി റീറൂട്ട് ചെയ്താൽ പാലക്കാട് സർവീസ് നടത്തുന്നത് പോലെ 3 മണിക്കെത്തിയ ശേഷം 7 മണിക്ക് റിട്ടേൺ അടിക്കാവുന്നതേ ഉള്ളൂ. ഡബിൾ ഡ്രൈവർ സംവിധാനം കൊണ്ടുവന്നാൽ മതി. 2 ബസ്സുകൾ വെച്ച് 2 സർവീസ് ഡെയിലി ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യാം. ഒരു ബസ് പാലക്കാട് കോയമ്പത്തൂർ വഴി ആനക്കട്ടിയിലേക്ക് വിടുകയാണെങ്കിൽ ഇനിയും സമയലാഭമുണ്ട്. നമ്മുടെ ബസ് രാവിലെ 5 AM കട്ടപ്പനയിലേക്ക് പുറപ്പെടുന്നത്. ആനക്കട്ടിയിലേക്ക് ബസ് എത്തുമ്പോൾ സമയം 4:45. 5 മണിക്ക് പാലക്കാട് തൃശ്ശൂർ വഴി പാലായ്ക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ് ആനക്കട്ടി ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.